അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് സംസാരിക്കുന്നത് വന്യരായ പണ്ഡിതന്മാർ കേൾക്കാൻ വേണ്ടിയാണ്. ഉസ്താദുമാരോടൊന്നും ഉപദേശിക്കാനൊന്നും ഞാൻ അർഹനല്ല, അത്ര വല്ല കഴിവുള്ള ആളുമല്ല, പ്രഗത്ഭനുമല്ല. പക്ഷെ ഉസ്താദുമാർ ഇത് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഒരുപാട് ഉസ്താദുമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്തിട്ട് രാഷ്ട്രീയം എന്ന വിഷയം, ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയം ഒരു വേറെയാണ്, പരിശുദ്ധ ഇസ്ലാം എന്ന് വേറെയാണ്. ഇസ്ലാമിനനുസരിച്ച് ഒരൊറ്റ രാഷ്ട്രീയവും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിക്കാനൊട്ട് കഴിയൂല. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, വന്യരായ ഉസ്താദുമാരെ, നിങ്ങൾ പള്ളിയിൽ ഇമാമ നിൽക്കുന്നവരാണ്, ഖുത്ബ നിർവഹിക്കുന്നവരാണ്, മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്, അതുമായി ദീനുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാരെ പോലെ തരം താഴാൻ പാടില്ല. നിങ്ങളൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. കാരണം നിങ്ങൾ എല്ലാ ആളുകളെയും ദീനീ ദേവ നടത്തേണ്ടവരാണ്. നിങ്ങൾ നടത്തുന്ന ദീനീ ദേവ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് എല്ലാ ഭാഗത്തുള്ള ആളുകളും, എല്ലാ രാഷ്ട്രീയക്കാർക്കും കൂടിയാണ് നിങ്ങൾ ഉപദേശിക്കേണ്ടത്. ഒരു പാർട്ടിയിൽ നിന്നിട്ട് മറ്റേ പാർട്ടിയെ എതിർക്കുന്നത് തലയിൽ കെട്ടിയ പണ്ഡിതന്മാരായ നിങ്ങൾക്ക് ഭൂഷണമല്ല. ഒരു മഹല്ലിൽ നിൽക്കുമ്പോൾ ആ മഹല്ലിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവും. അവിടെ ഒരു പാർട്ടിയുടെ ആളായി നിന്നിട്ട് ഇന്നാളെ ജയിപ്പിക്കണം എന്നൊക്കെ പറയാമെന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ദീനിനോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എല്ലാവരെയും ഉപദേശിക്കേണ്ട ബാധ്യത ഉണ്ട് നിങ്ങൾക്ക്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി നിന്നുകൊണ്ട് മറ്റേ രാഷ്ട്രീയ പാർട്ടിനെ ഉപദേശിക്കാൻ, അവരുടെ ദീൻ പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാവരുത്. അവരുടെ ഉള്ളിലൊരു രാഷ്ട്രീയം ഉണ്ടായിക്കോ, അത് കുഴപ്പമില്ല. നിങ്ങൾക്കുള്ളിലൊരു രാഷ്ട്രീയം ഉണ്ടായിക്കോ, അത് ഏത് രാഷ്ട്രീയമായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം ഉണ്ടായിക്കോ. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ പബ്ലിക്കായിട്ട് രാഷ്ട്രീയക്കാരെ പോലെ തരം താഴരുത്. രാഷ്ട്രീയക്കാർ ഇന്ന് വേറെ നിൽക്കും, നാളെ അവർ മാറ്റി പറയും. ഇന്ന് എതിർക്കുന്നവനെ നാളെ കൂട്ടിപ്പിടിക്കും, ഇന്ന് കൂട്ടുന്ന പാർട്ടിയെ നാളെ എതിർത്ത് പറയും. ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. നിലനിൽപ്പാണ്. അധികാരം കിട്ടാൻ വേണ്ടി എന്തും കാണിക്കും അവർക്ക് അധികാരമാണ് വേണ്ടത്. ആ അധികാരം കിട്ടാൻ വേണ്ടി എന്തും പറയും. എല്ലാവരും അതുതന്നെയാണ്. അതിനു വേണ്ടിയാണ് ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. പക്ഷെ അതുപോലെ തരം താഴ്ന്ന ഈ രാഷ്ട്രീയത്തിലേക്ക് പണ്ഡിതന്മാരായ തലയിൽ കെട്ടിയ നിങ്ങളിറങ്ങുമ്പോൾ അത് പരിശുദ്ധ ദീനിന് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. ഉപദേശിക്കല്ല, അപേക്ഷിക്കുകയാണ്.